ചാർജ് നമ്മൾ കൺസിഡർ ചെയ്താണ്, ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഫെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. ആ പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ്, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, ഓർത്തോണം കേട്ടോ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മളവിടെ വെക്കുവാണ്. അപ്പോൾ ആ ചാർജിലേക്ക്, ആ ടെസ്റ്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആ ടെസ്റ്റ് യൂണിറ്റ് ചാർജിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടു, E=F/Q ആണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ് ടു എ പോയിന്റ് ചാർജ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ചാർജ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റ് ചാർജ് നമ്മൾ വെച്ചു. അതായത് പി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിന് നമ്മളൊരു പോയിന്റ് ചാർജ് വെച്ചു. അതായത് ടെസ്റ്റ് ചാർജ് ആണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു. ദെൻ ഈ ചാർജും അതുപോലെ ഈ ടെസ്റ്റ് ചാർജ് നമ്മൾ ഡിസ്റ്റൻസ് R ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇരിക്കുന്ന ആ ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? F=, എങ്ങനെ എഴുതാൻ സാധിക്കും? ഫോഴ്സ് F=, നമ്മുടെ കൂളംസ് ലോ, ദാറ്റ് ഈസ് 1/4πε0. ഇത് Q ആണ്. ദെൻ ഇവിടുത്തെ ടെസ്റ്റ് ചാർജ് ആണ്, അത് ടെസ്റ്റ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് എത്രയാണ്? 1 ആണ് അല്ലേ? 1 ആണ്. ഡിവൈഡഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെർഫോർ ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് R ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, R² എന്ന് എഴുതാം. അപ്പോൾ F= എങ്ങനെ വന്നു? 1/4πε0 Q ഡിവൈഡ് ബൈ R² എന്ന് വന്നു. ഇനി ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മളുണ്ടായിരുന്നു, E=F/Q എന്ന് കണ്ടു. E=F/Q എന്ന് നമ്മൾ കണ്ടു. ദെൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എഫ് നമ്മളിവിടെ കണ്ടു, 1/4πε0 Q ഡിവൈഡ് ബൈ R² എന്ന് കണ്ടു. ഡിവൈഡ് ബൈ ഈ Q എത്രയാണ്? ചാർജ് ആണ്, അത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആയിരിക്കും അല്ലേ? 1 ആയിരിക്കും. ദെർഫോർ ഡിവൈഡ്, അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? E=1/4πε0 Q ഡിവൈഡഡ് ബൈ R². ഇതാണല്ലോ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ, അതിൻ്റെ ഇക്വേഷനാണ് E=1/4πε0 Q ഡിവൈഡഡ് ബൈ R². ക്ലിയർ ആയല്ലോ. അപ്പം ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E=F/Q ആണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പോയിന്റ് ചാർജിൻ്റെ കേട്ടോ, E=1/4πε0 Q ഡിവൈഡഡ് ബൈ R².